I always recommend Sensodyne. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? കേവലം സെൻസോഡൈൻ കൊണ്ട് മാത്രം നമ്മുടെ പല്ലുകൊഴുപ്പ് മാറും. ചൂടുള്ളതും തണുപ്പുള്ളതുമായ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള പല്ലുകൊഴുപ്പ് അനുഭവപ്പെടാം. പല്ലുകൊഴുപ്പ് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് ആ കാരണങ്ങളെ കണ്ടുപിടിക്കണം. നമ്മുടെ പല്ലുകൊഴുപ്പ് വരാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് ഇനാമലിന്റെ തേയ്മാനം. നമ്മുടെ പല്ലിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറാണ് ഇനാമൽ. ആ ഇനാമൽ തേയ്മാനം സംഭവിച്ച് അതിന്റെ ഉള്ളിലുള്ള ലെയറായിട്ടുള്ള ഡെന്റിൻ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പല്ലുകൊഴുപ്പ് വരാം. പിന്നെ രണ്ടാമത്തെ കാരണം പല്ലിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പല്ലുകൊഴുപ്പ് വരാം. പിന്നെ മൂന്നാമത്തെ കാരണമാണ് ചില ഹാബിറ്റ്സ്, ബ്രെക്സിസം പോലെയുള്ള ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് പല്ലുകൊഴുപ്പ് വരാം. പിന്നെ അടുത്തൊരു കാരണമാണ് റെസിഷൻ, ജിഞ്ചേവൽ റെസിഷൻ. അതായത് മോണ താഴത്തേക്ക് നീങ്ങുക, അതായത് നമ്മുടെ റൂട്ട് എക്സ്പോസ്ഡ് ആവുക. ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി വരാനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ പല്ലുകളിൽ കാണാറുണ്ട് ഈ കാൽക്കുലസ്, കണ്ടോ? ഈ കാൽക്കുലസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും ഈ മോണ താഴ്ത്താനുള്ള മെയിൻ കാരണം. ഇത് നമ്മുടെ പല്ലുപുളിപ്പിന്റെ മെയിൻ ഒരു കാരണം. അപ്പൊ നമ്മള് പല്ലുപുളിപ്പിന്റെ കാരണം ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്താ വെച്ചാല് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. അല്ലാതെ ഒരു സെൻസോഡൈൻ പോലെയുള്ള ടൂത്ത് പേസ്റ്റ് മാത്രം ഉപയോഗിച്ച് നമ്മുടെ പല്ലുപുളിപ്പ് മാറത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പെട്ടെന്ന് തന്നെ വിസിറ്റ് ചെയ്തിട്ട് കാരണം കണ്ടുപിടിച്ച് അതിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ഡോക്ടർ നീതിൻ. ടാറ്റാ, ബൈ ബൈ, സീ യു.